അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വസദ്ദിദ് ലിസാനി വഹ്ദി ഖൽബി ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم يا من بيده مقاليد القضاء والأمور إليه يرجى الأمر كله يا فتاح يا عليم افتح علينا فتحا قريبا يا فتاح يا عليم. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല, ഒന്നുമില്ല. എല്ലാവരും ഇങ്ങനെ എന്തോ ഒരു ടെൻഷനിലൊക്കെ ഇരിക്കണ മാതിരിയാണ്. ഷിഹാബ് അലി ഉസ്താദിൻ്റെ പ്രസംഗം വന്നാലേ ഇപ്പോൾ സംഗതിക്ക് റെഡിയാവുള്ളൂ. എല്ലാവരും ഇത് ആത്മീയമായിട്ടുള്ള ആ ഒരു റൂട്ടിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ഞാനും ഇപ്പോൾ ഏത് റൂട്ടിലൂടെ പോകണം എന്നുള്ളപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയെടുപ്പത് എല്ലാവരും മൂന്ന് എന്താ അമലം മുത്തക്കബലും. അപ്പോൾ ഇനിയിപ്പോൾ വിധാനം വരെ ഇങ്ങനെ തന്നെ ആവുമോ എന്നുള്ളൊരു. അപ്പോൾ വളരെ പെട്ടെന്ന് ഞാനും എന്ത് ചെയ്യും, ഒഴിഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനൊന്നിപ്പോൾ മുത്തവല്ല ക്ലാസ്സൊക്കെ മുടക്കിയിട്ട് പോകുന്നത് തന്നെയാണ്. അപ്പോൾ ഗ്രസാദ് എപ്പോഴും പറയലുണ്ട്, നിങ്ങൾ ഈച്ച് പാർക്കൊക്കെ വന്നതാണ് നിങ്ങളെ ഓർമ്മ വേണട്ടാന്ന് എപ്പോഴും പറയും. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ജ്യേഷ്ഠാനുജന്മാർ നമ്മളൊന്ന് ഒത്തുകൂടുന്നു. ഇങ്ങനെ ഒത്തുകൂടുമ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ വരാത്തത്. ഇപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ നാട്ടിൽ നിസ്കാരത്തിന് കൂടിയപ്പോൾ സാധാരണ കൂടുന്ന ഒരാളെ കാണുന്നില്ല. കുറേ ആയി കാണാതിരുന്നിട്ട്. അപ്പോൾ ഞാൻ കരുതിയ അയാളെ മകളെ വീട്ടിലേക്ക് ചിലപ്പോൾ താമസിക്കാൻ വേണ്ടി അവിടെ ആളില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോലുണ്ട്, അങ്ങനെ പോയതാണെന്ന് കരുതി. നോക്കുമ്പോൾ 2 മാസം അയക്കുന്ന സംഗതി അങ്ങനെ ചോദിക്കാതെ. അപ്പോൾ ഇന്നലെ അയാളെ മകനെ കണ്ടപ്പോൾ ചോദിച്ചത്. അപ്പോൾ മകൻ പറഞ്ഞ് വാപ്പ സുഖമില്ലാതെ വീട്ടിൽ ഊരക്ക് പ്രശ്നമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് സംഗതി. നമ്മൾ ഒരു വെള്ളിയാഴ്ച കാണലുള്ളൂ. അപ്പോൾ അന്നലെ തന്നെ ഞാൻ വീട്ടിൽ പോയി ആളെ കണ്ടു. ഞാൻ പറഞ്ഞു ഞപ്പണ്ട് അറിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ തന്നെ വന്നതാണെന്നും പറഞ്ഞു. അപ്പോൾ ജമാഅത്ത് ഇസ്ലാം ഷറാക്കിയത് പൊന്നതിനാണ് ജമാഅത്ത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ, എന്നും കണ്ടിരുന്നവരെ കാണാതിരിക്കുമ്പോൾ എന്താണ് അവർക്ക് പറ്റിയത്, എന്ത് വിഷയമാണുള്ളത് എന്ന് നമുക്ക് അറിയും. അത് ദിവസവും കൂടാനുള്ളതാണ്. അത് ആ പള്ളിയുടെ പരിസരത്തുള്ളവർ മാത്രമേ ഒരുമിച്ച് കൂടുള്ളൂ. എന്നാൽ ആഴ്ചയിൽ ജുമുഅ ഒരു മഹല്ലിൽ മൊത്തം എല്ലാ മുഅ്മിനീങ്ങളും ഒരുമിച്ച് കൂടി മഹല്ലിലുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നറിയാൻ അങ്ങനെ ഒന്ന്. പിന്നെ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഹജ്ജ്, അത് ഫർള് കിഫാണല്ലോ. ഹജ്ജ് നടക്കുക എന്നുള്ളത് ഫർള് കിഫ. വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാ വർഷവും ഹജ്ജ് നടന്നുകൊള്ളണം. ഇല്ല എങ്കിൽ അതിന് സാധിക്കുന്ന ആളുകൾ ചെയ്യാതിരുന്നാൽ കുറ്റക്കാരാവും. അത് പിന്നെ ചെറിയ കുട്ടികൾ, മുമയ്യിസീങ്ങളായ കുട്ടികൾ മതിയോ ഇല്ലേ എന്നുള്ള വേറെ ചർച്ച. ഏതായാലും നടന്നിരിക്കണം. കൊറോണ കാലത്ത് നടന്നേക്കണേ 10,000 ആൾ വെച്ചൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കൂട്ടായ്മ ഇസ്ലാം വെച്ചത് ഓരോ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാനും ഓരോരുത്തരുടെ അനുഭവങ്ങൾ. മഹാനരായ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്മരിക്കുന്ന മാസം കൂടിയാണ് നമ്മൾ. റിഫായി ഷേഖിൻ്റെ ഒരു ശൈലി തന്നെ എങ്ങനെയായിരുന്നു, കൂട്ടത്തിൽ ബന്ധപ്പെട്ടവരെ കാണുന്നില്ലെങ്കിൽ എവിടെ പോയി, എന്താണ് അവർക്ക് പ്രശ്നം, രോഗമാണെന്നറിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തെ കാണാൻ പോവുകയും ഇങ്ങനെയുള്ള. അപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിൽ നിന്ന്, ജ്യേഷ്ഠാനുജന്മാരെ കൂട്ടത്തിൽ നിന്ന് ആരൊക്കെ വരാത്തത്, എന്തുകൊണ്ട് വന്നില്ല? സുലൈമാൻ ഉസ്താദ് ആസിനി മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പറയും, വരാത്തോലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉതിറുണ്ടാവും. നമ്മൾ എന്താണ് ആ ഉതിറ് നമ്മൾ മനസ്സിലാക്കണം. വരാത്തോലെ നമ്മൾ ഒറ്റയടിക്കാണ്ട് ആക്ഷേപിച്ച് തള്ളില്ല വേണ്ടി. ഒരു പക്ഷേ അവരുടെ മനസ്സ് നീറുന്നുണ്ടാവും, നമ്മളറിയാത്ത പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ചോദിച്ചറിഞ്ഞ് ഈ രൂപത്തിലാവണം എന്ന് ഉസ്താദുമാർ പറയലുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ വലിയ ഉസ്താദ് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തിയത് അത് ചെറിയ രൂപത്തിൽ അബൂബക്കർ ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ തീരും.
എപ്പോഴാണെന്ന് ഒരു പ്രതീക്ഷയില്ല. അഗത്തിസാദിൻ്റെ മരണപ്പം നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ പാടാണ്. ഒരുങ്ങിയവർക്ക് പ്രശ്നമില്ല. മുമ്മിനെ സംബന്ധിച്ചിടത്തോളം മുമ്മിൻ്റെ മരണം, പെട്ടെന്നുള്ള മരണം ഫജിഅത്തുൽ മൗത്തി റാഹത്തുല്ലിൽ മുമ്മിനീന. മുമ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരുങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് റാഹത്താണ്. ആനരായ ആരാണ് പെട്ടെന്ന് മരിച്ചവർ? ദാവൂദ് നബി അലൈഹി ഇസ്ലാം പെട്ടെന്ന് മരിച്ചവരാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പെട്ടെന്ന് മരിച്ചതാണ്. ഇങ്ങനെയൊക്കെ അതൊക്കെ വിശദീകരിച്ച് ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം. ഫജിഅത്തുൽ മൗത്തി റാഹത്തുല്ലിൽ മുമ്മിൻ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കമാവണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ ഇത്രയും കാലം പഠിച്ച് അതുകൊണ്ട് മറ്റുള്ളതൊന്നും തടസ്സമില്ല നമുക്ക്. അതിന് പറ്റുന്ന രൂപത്തിലാണ് മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും അറിയുന്നതാണ്. യാ അബാ ഹുറൈറ കുൻ വരിയൻ, നീ ഉള്ള ആളാവണം. ജീവിതത്തിൽ എന്നത് നമ്മുടെ ജീവിതത്തിൽ വേണം. എന്നാൽ തക്കുൻ അഅബദന്നാസ്, നീ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്തുള്ള, അതാണല്ലോ നമുക്ക് വേണ്ടത്. മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എല്ലാം ഇബാദത്താക്കി മാറ്റണം. അഅബദന്നാസ് ആവാൻ ഉള്ള മാർഗം കുൻ വരിയൻ, നീ ഉള്ള ആളാവുക. സൂക്ഷ്മത ജീവിതത്തിൽ വേണം. നമ്മുടെ ജീവിതത്തിൽ ശുബഹാത്തുകളൊക്കെ ഒഴിവാക്കി. കാരണം ദീനിൻ്റെ രണ്ട് പാർട്ടാണെന്ന് നമുക്കറിയാം. ഒന്ന് മൂറാത്തും മറ്റൊന്ന് മൻഹിയാത്തും. മൂറാത്ത് എന്നത് അതാർക്കും സാധിക്കുന്നതാണ്. മൂറാത്ത് ചെയ്യാൻ പണിയില്ല, അത് മക്ബൂലാവല്ലേ എന്നുള്ള വേറെ വിഷയം. മമൂറാത്ത് ചെയ്യാൻ എളുപ്പമാണ്, യാതൊരു പ്രശ്നവുമില്ല. അത് ചെറിയൊരു മനസ്സ് കൊടുത്താൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ മൻഹിയാത്തിൻ്റെ പാർട്ടാണ് വളരെ പ്രയാസകരമായ പാർട്ട് എന്ന് ഒസാലിമാം അടക്കമുള്ളവർ നമ്മെ പരിചയപ്പെടുത്തി. അതുകൊണ്ട് ദീനിൻ്റെ പാർട്ടിൽ ഏറ്റവും പ്രയാസമുള്ളത് മൻഹിയാത്തിനെ തർക്ക് ചെയ്യുക എന്നുള്ളത് ഉള്ള പ്രയാസമാണ്. അതുകൊണ്ടുള്ള ഇബാദത്താണ് മമൂറാത്ത് ചെയ്തുകൊണ്ടുള്ള ഇബാദത്തിനേക്കാൾ ഏറ്റവും മുഹിമ്മും അഹമ്മുമായത് എന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ടതാണ് കുൻവരിയൻ എന്നത്. നീ ഉള്ളവനാകുക. അയിമ്മത്തിൻ്റെ വറയൊക്കെ നമുക്കറിയാം, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അബൂ ഹനീഫാമിൻ്റെ വറവും ഇമാമിൻ്റെ വറവും എല്ലാം നമ്മൾ പഠിച്ചവരാണ്. അപ്പോൾ ശുബഹകളൊക്കെ ഒഴിവാക്കി ആ ഒരു റൂട്ടിലൂടെ ആവണം നമ്മുടെ ജീവിതം എന്ന് പഠിപ്പിക്കാനും മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി കുൻ വരിയൻ തക്കുൻ അഅബദന്നാസ്. പിന്നീട് ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് കൊടുത്ത ഉപദേശം വകുൻ കനിയൻ, നീ കനാഅത്തുള്ളവനാവണം. എങ്കിൽ തക്കുൻ അഷ്കറന്നാസ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വലിയൊരു സംഗതിയാണ് കനാഅത്ത്. കാരണം അത് ഏറ്റവും വലിയ, അവനെ അഷ്കറുന്നാസ് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇനി ഉണ്ടാക്കണ്ട എന്നല്ല പറഞ്ഞതിനർത്ഥം. വേണം, കാരണം ജീവിതത്തിൽ നമുക്ക് വളരെ ആവശ്യമുള്ളതാണ് സംഗതി. മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാം വേണം. പക്ഷെ കിട്ടിയത് കൊണ്ട് ആദ്യം തൃപ്തിപ്പെടണം. എനിക്കൊന്നും കിട്ടിയിട്ടില്ല, റബ്ബൊന്നും തന്നിട്ടില്ല എന്ന ഒരു മൈൻഡ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്തിൽ നിന്ന് ശുക്റുണ്ടാവില്ല. ഏറ്റവും വലിയ ശുക്ർ എന്ന് പറയുന്നത് അരിള ബിമാ തയസ്സർ. പടച്ച റബ്ബ് എത്രയാണോ നമുക്ക് എളുപ്പമാക്കി തന്നതെങ്കിൽ അതുകൊണ്ടുള്ള റിള, ആ ഒരു തൃപ്തിപ്പെടൽ. ലൈൻ ശക്കർത്തും ലാസീതന്നക്കും എന്ന് നമുക്കറിയാം. കാരണം റബ്ബ് ഇത്ര തന്നു, അൽഹംദുലില്ലാ, ഇതുകൊണ്ട് നമ്മൾ പൊരുത്തപ്പെടുക. എന്നിട്ട് നമ്മൾ ഹലാലായ രൂപത്തിൽ ആദ്യം പറഞ്ഞിട്ടല്ലോ, നീ കനിയ നീ വരിയാവണമെന്ന്. ആ ഒരു വറയിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പത്ത് ഉണ്ടാക്കുക. അല്ലാതെ ഏതുകൊണ്ട് മതിയാക്കണം എന്നല്ല, കിട്ടിയത് കൊണ്ട് മാത്രം അങ്ങ് മതിയാക്കി കുത്തിറക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് പിന്നെ നിഅ്മൽ മാലു ലിൽ അബ്ദി സ്വാലിഹി എന്ന് പറഞ്ഞല്ലോ, അതും നബി തങ്ങൾ പഠിപ്പിച്ചത് തന്നെയാണ്. സ്വാലിഹായ അബ്ദിനിക്ക് സ്വാലിഹായ മാല് അത് നല്ല മാലാണെന്ന് പറഞ്ഞല്ലോ. നിഅ്മൽ മാൽ ലിൽ അബ്ദി സ്വാലിഹി. അതെ, സമ്പത്ത് വേണം. പക്ഷേ അതിനാദ്യം തന്നെ പറഞ്ഞിട്ടേത് നീ വറയുള്ളവനാവണം. ആ വറോടുകൂടിയാവണം അതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ കനിയാവണം, കനാത്ത് ഉള്ളത് കൊണ്ട് മതിയാക്കുക. എങ്കിലേ എന്നാലേ അഷ്കറന്നാസാവുള്ളൂ. കാരണം ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ വഫൗകക്കും ഫഹുവ അജ്ദറു വലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. ഇത് ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാം. ദുനിയാവിൻ്റെ കാര്യത്തിലാണ്, ആഖിറത്തിൻ്റെ കാര്യത്തിലല്ലാന്ന്.
മറ്റേത് താജ്യത്തിന് ഒരാളെ നീച്ചേക്കും മറ്റൊരാൾ നീച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ താഴെയുള്ളവരിലേക്ക് നോക്കണം എന്ന് പറഞ്ഞാലേ ഓൻ വലിയ ആളൊന്നുമില്ലല്ലോ, അപ്പോൾ നമ്മളോടെ കിടക്കുക. അങ്ങനല്ലേ അതെ ദുന്യാവിൻ്റെ കാര്യത്തിലാണ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞു. ഒന്നൂറ് ഇലാമൻ അസ്ഫലമിങ്കും, താഴെയുള്ളവരിലേക്ക് നോക്കുക. പിന്നെ വലാ തന്തുറു ഇലാമൻ വ ഫൗക്കക്കും, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ നമ്മളെ അയൽവാസികളെ പറ്റി നമ്മൾ മറ്റുള്ള സംഗതികളൊക്കെ കണ്ട് ആലോചിച്ചാൽ നമുക്ക് അള്ള ചെയ്തെന്നത് എത്ര ഉണ്ടാവും. ആ വരിക്കാണ് നോക്കണ്ട. ഓൻ ചിലപ്പോൾ പുതിയ വണ്ടി എടുക്കാൻ നിൽക്കേക്കറാം അല്ല, ഓൻ ചിലപ്പോൾ പുതിയ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒന്നുമില്ലാത്തൊരു വീട് തന്നെ ചെറുക്കില്ലാത്ത പോലെ ഉണ്ടാവും. അത് നമ്മൾ അറിയിക്കുകയാണെങ്കിൽ ഇനി വീടുണ്ട്, പക്ഷേ വീട്ടിൽ എല്ലാ പണികളും കഴിയാത്ത പോലെ ഉണ്ടാവും, സൗകര്യങ്ങളില്ലാത്ത പോലെ. ഇങ്ങനെ എന്ത് നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഒന്നുമില്ലെങ്കിൽ വീടില്ല, അതെങ്കിലും ഇല്ല. ഇനി അതും ഇല്ലെങ്കിൽ നമുക്കുള്ള എന്തെല്ലാം ഉണ്ട്. അങ്ങനെ റബ്ബ് ചെയ്തെന്നാൽ അത് ആ ഉള്ള കിട്ടിയത് കൊണ്ട് ആദ്യം പൊരുത്തപ്പെടാം. എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കണം. അള്ളാഹിനോട് ചോദിക്കുമ്പോഴൊക്കെ വേണം. അതായത് കുൻ കനിയൻ തെക്കുൻ അഷ്കറന്നാസ്. രണ്ടാമത് പറഞ്ഞു കൊടുത്തു. മൂന്നാമത് പറഞ്ഞു വഹിബലിന്നാസി മാ തുഹിബുലി നഫ്സിക് തെക്കുൻ മുഅ്മിന. നീ ഒരു കാമിലായ ഒരു യഥാർത്ഥ മുഅ്മിനാവണോ എങ്കിൽ, കാരണം മുഅ്മിനാകുമ്പോൾ അവന് പിന്നെ എന്നേക്കാൾ മറ്റുള്ളവർ ഉഷാറാണെന്ന് അവനെപ്പോഴും മനസ്സിലാക്കുള്ളൂ. ഞാനാണ് ഏറ്റവും മോശപ്പെട്ടവൻ. മാനരായ മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളൊക്കെ നമ്മെ പഠിപ്പിച്ചു. ഏതൊരാളെ കാണുമ്പോഴും പ്രായം ചെന്ന ആളെ നമ്മൾ കാണുമ്പോൾ, നമ്മേക്കാൾ പ്രായമുള്ള ആളെ കാണുമ്പോൾ അയാൾ ഒരുപാട് കാലമായി മുഅ്മിനായി ജീവിക്കുന്നു, എന്തായാലും അയാൾ എന്നേക്കാൾ ഉഷാറാണ്. അല്ല, ചെറിയ കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടി ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വിശദമായി പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇത് നമ്മളെക്കാൾ ഉഷാറാണ് എല്ലാവരും എന്നത് നമ്മളെ മനസ്സിലുണ്ടാകാവൂ. അങ്ങനെയാവുമ്പോൾ ഈമാൻ എന്നുള്ള ഒരു നോട്ടേ ഉണ്ടാവുള്ളൂ. ആ ഈമാൻ എന്ന നോട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒന്ന് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ ഒരു മുഅ്മിന് സാധിക്കൂല. അപ്പോൾ വാഹിബലിന്നാസി മാ തുഹിബുലി നഫ്സിക് തക്കുൻ മുഅ്മിന. അതിപ്പോൾ ശരിക്ക് തിരിയത് ഒരു മഴ പെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ റോട്ടിൻ്റെ വക്കിലൂടെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നമ്മളൊന്നാണ് മാറുക, പിന്നെ മറ്റോനായിക്കോട്ടെ മുന്നിക്ക് വണ്ടി പോകുമ്പോൾ ചളി തെറിക്കുന്നത് മോൻ്റെ ഡ്രസ്സ് ആയിക്കോട്ടെ നമ്മുടെ ഡ്രസ്സൊക്കെ ആവണ്ട ഏതായാലും എന്ന് നമ്മളെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഏതായിട്ടില്ല, നമ്മൾ വാഹിബലിന്നാസി മാ തുഹിബുലി നഫ്സിക് അതിൽ നമ്മൾ പെട്ടിട്ടില്ല. അതൊരു ചെറിയൊരു ഉദാഹരണം, നമ്മളൊക്കെ മനസ്സിലാണൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. എന്നാ തക്കുൻ മുഅ്മിന. പിന്നീട് പറഞ്ഞു വഹ്സിൻ ജിവാറമൻ ജാവറക്ക തക്കുൻ മുസ്ലിമ. നമ്മളുമായി ജിവാറുള്ള അയൽവക്കമുള്ള ആരൊക്കെയുണ്ടോ, അയൽവക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫാവാം, നമ്മുടെ അയൽവാസികളാവാം, നമ്മുടെ ഏതെല്ലാം ഭാഗത്തൂടെ ബന്ധങ്ങളുണ്ടോ, വാട്സപ്പിലാവാം, ഏതുമാവാം, നമ്മളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ അവർക്കിനി ഇഹ്സാൻ ചെയ്യണം. എന്നാൽ തക്കുൻ മുസ്ലിമ. കാരണം ഒരു മുസ്ലിമാകുമ്പോൾ ഇസ്ലാം തേടുന്നത് മുസാലമത്തിന് സിൽമിനേക്കാളാണ് തേടുന്നത്, എന്നാലേ ഏതുണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ മുസാലമത്ത് ചെയ്യേണ്ടത് ആർക്കാ? നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഇഹ്സാൻ ചെയ്യേണ്ടത്. അത് നിൻ്റെ വീട്ടിലൊരു കോഴി ഉണ്ടെങ്കിൽ ആ കോഴിയോട് നീ നല്ല രൂപത്തിൽ പെരുമാറുന്നില്ലെങ്കിൽ പിന്നെ നീ മുഹ്സിനീങ്ങളിൽപ്പെട്ട ആളാവില്ലായിരുന്നല്ലോ, നീ മുഹ്സിനല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തപ്പോൾ പറഞ്ഞ് വഹ്സിൻ ജിവാറമൻ ജാവറക്ക തക്കുൻ മുസ്ലിമ. അവസാനമായി പറഞ്ഞു പിന്നെ ലഹിക്കനെ നീ കുറച്ചു. തപസ്സുമായിരുന്നല്ലോ നിമിത്തങ്ങൾ കൂടുതലുണ്ടായിരുന്നത്, കൂടുതലും തപസ്സുമായിരുന്നു. അതുകൊണ്ട് ലഹിക്ക് കൂടുതലില്ല. ലഹിക്ക് എപ്പോഴെങ്കിലൊക്കെ ചെറിയൊരു നവാജിത് വെളിവാകുന്ന രൂപത്തിൽ നിമിത്തങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിന് അയിമത്തെ പല വിശദീകരണം കൊടുത്തിട്ടുണ്ട്. പോട്ടേതേ അക്കില്ല ലഹിക്ക ഫൈനൽ ലഹിക്ക യുമീത്തുൽ കൽബ്. അത് കൽബിനെ മരിപ്പിക്കുന്നതാണ്. കൽബ് ചത്തുപോയാൽ നമുക്ക് ദീനിയായ കാര്യങ്ങളും മറ്റുള്ള നല്ല നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ കൽബിലേക്ക് കയറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ വളരെ എളുപ്പമായി നമുക്ക് പാലിക്കാൻ കഴിയുന്ന ഒന്ന് വറാഴ്. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ആ രൂപത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എന്നാലേ നമ്മുടെ ഇൽമ നാഫിയാവാന്ന് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട്.
അതിലും വളരെ പ്രധാനപ്പെട്ടതാണ് കനാഅത്ത് എന്നത്. കാരണം അതാണ് ഞാൻ പറയാൻ എളുപ്പമാണ്. കനാഅത്ത് വേണം എന്ന് പറയാൻ ഈ പറയണ എനിക്കും കനാഅത്ത് വേണമെന്ന് പറയും. പക്ഷേ നമ്മൾ ഈ പറയണ നേരത്തും നമ്മളെ മനസ്സിലുള്ള ഇനിയിപ്പോൾ അടുത്തത് അതേ കയറാം. പക്ഷേ ഈ കിട്ടിയത് കൊണ്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മളപ്പം പഠിച്ച ടീം ഓനൊക്കെ പഠിക്കണ കാലത്ത് എങ്ങനെയാണ് നമുക്കറിയില്ല. ഇപ്പോൾ കണ്ടില്ല, ഓനിപ്പോൾ അങ്ങനെ ഓനൊക്കെ പഠിച്ചോ കൊടുത്ത് എന്തപ്പം പഠിച്ചോ ഇങ്ങനെ അങ്ങനെയല്ല എന്തിക്കേണ്ടത്. ഓനക്കല്ല കൊടുത്തു, ഓനക്കല്ല കണക്കാക്കിയതനുസരിച്ച് ഓന് കിട്ടും. നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ എന്നാണല്ലോ നമ്മൾ വിഹിതിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. നഹ്നു ഖസംന ബൈനഹും മഈശതഹും, ഖസംന എന്ന് പറഞ്ഞ് തക്സീം ചെയ്ത് കഴിഞ്ഞേക്കണം. മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, എങ്ങനെയാണ് ഒരുത്തൻ്റെ ദുനിയാവിൽ ജീവിതം ആവേണ്ടത്, അവൻ്റെ മഈശത്ത് എങ്ങനെ, അത് നമ്മൾ തക്സീം ചെയ്ത് കഴിഞ്ഞേക്കണം. നമ്മൾ എന്ത് അധ്വാനിച്ചാലും നമ്മൾ അവിടേക്ക് എത്തുള്ളൂ, അതിലപ്പുറത്തൂല. അവിടേക്ക് നമ്മൾ എത്താതിരിക്കൂല. അപ്പോൾ നമ്മൾ പരിശ്രമിക്കും വേണം. നമ്മൾ ഇങ്ങനെ എന്തായാലും അല്ല തക്സീം ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂരോടത്ത് കുത്തിറക്കുക, അതിനിപ്പോൾ എന്തായാലും കിട്ടുമല്ലോ. ആ ഒരു തവക്കുലിൻ്റെ മർത്തബിക്ക് നമ്മളാണ്ട് എത്തിയിട്ടില്ല. മനസ്സിലാ? മറ്റേ ഏത് പറഞ്ഞു മാതിരി നിങ്ങളെ ആര് പറഞ്ഞ തൊയറിനെ പറ്റിയല്ല, പക്ഷീനെ പറ്റിയാവണല്ലോ. പക്ഷീൻ്റെ തവക്കുൽ വേണം എന്ന് പറഞ്ഞല്ലോ. പക്ഷീൻ്റെ തവക്കുൽ വേണം എന്ന് പറഞ്ഞ് കുത്തിർന്ന് പക്ഷീൻ്റെ തവക്കുൽ പറഞ്ഞാലല്ലോ. പക്ഷീൻ്റെ തവക്കുൽ ഏതാ? നേരമ്പളത്തേക്ക് തന്നെ കാലിയായിട്ടാണ്ട് പോവാണ്. വൈകുന്നേരം വയറ് നിറച്ചിട്ട് വരികയാണ്. അവിടെ പരിശ്രമമുണ്ട്. അത് തവക്കുലിനെതിരല്ല. തവക്കുൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കൽബുമായി ബന്ധപ്പെട്ടതാണ്. കൽബിലാണ് സംഗതി. ഒരാളിങ്ങനെ എന്ത് ചെയ്യണ്, അസ്ബാബുമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഓൻ അസ്ബാബിനെയാണ് ഓൻ ആശ്രയിച്ചത്, സബബുകളെയാണ് ഓൻ ആശ്രയിച്ചത്. എന്തായാലും അത് മുഖേന നമുക്ക് കിട്ടും. അള്ളാഹിൽ തവക്കുലാക്കിയില്ല എന്നവന് തവക്കുലില്ല. ഓൻ അസ്ബാബിനെ ഓനെന്ത് ചെയ്തു, അസ്ബാബുമായി താലൂക്കായി ആ അസ്ബാബിൽ ഇങ്ങനെ കെട്ടിമറിഞ്ഞു. അത് ഒരു പക്ഷം എന്ത് അതാണ്ട് പൂർണ്ണമാവണമെന്നില്ല. നേരെ മറിച്ച് അസ്ബാബുമായുള്ള താലൂക്കും പിന്നെ അസ്ബാബുമായി താലൂക്കുണ്ട്. പക്ഷെ തവക്കുൽ അള്ളാഹുലാണ്, അസ്ബാബിലല്ല, സബബിലല്ല. തവക്കുലുള്ളത് തവക്കുൽ അള്ളാഹുല. എങ്കിൽ ആ സംഗതി വിജയിക്കും. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് തന്നെ കനാഅത്ത് എന്നുള്ളതാണ്. അത് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അള്ളാഹു തന്നത് കൊണ്ട് നമുക്കൊരു റിളുണ്ട് എന്നുള്ളത് വരുള്ളൂ. അൽഹംദുലില്ലാ എന്ന ഒരു അവസ്ഥ. പിന്നെ ഈ പറഞ്ഞ മാതിരി വറവും എന്നാൽ അഴ്ബതന്നാസായി. വറവെന്ന് പറഞ്ഞാൽ തന്നെ അതാ മാമൂറാത്ത് ചെയ്യുക, മനിഹിയാത്ത് ഉപേക്ഷിക്കുക, എല്ലാം പെട്ടു. പക്ഷെ വളരെ പ്രധാനപ്പെട്ട മനിഹിയാത്താന്നുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മളെ ശരി പിന്നെ വയറിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒരു ലിസ്റ്റൊക്കെ ഉണ്ട് തന്നു. ഒരു ലിസ്റ്റ് തന്നിട്ട് ഇപ്പോൾ തൂക്കിയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, റബ്ബേ തൂക്കിയിട്ടുള്ള മെഷീൻ്റെ മറ്റേ ഇതൊക്കെ അളക്കണേത് സ്വർണ്ണം അളക്കണുണ്ടല്ലോ, ഗ്രാമിൻ്റെ കിട്ടണം. ഉച്ചക്കത്തെ ഭക്ഷണം 160 ഗ്രാം കാണാൻ ഒടിഞ്ഞു പോയി. പിന്നെ 160 ഗ്രാം ചോറ്, ഒരു 2 മണി തൂക്കം പോലും ഒരു അരി കൂടൂല. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ അള്ള നമ്മളോട് ഒരു 33 സ്വലാത്ത് പിന്നെ സംസ്കാര ചേച്ചൻ സുബ്ഹാനല്ലാഹ് 33 എല്ലാം പറഞ്ഞാൽ കിടക്കണ നേരത്ത് സുബ്ഹാനല്ലാഹ് 33 എല്ലാം പറഞ്ഞു. നമ്മളിങ്ങനെ ചിലപ്പോൾ 30 ആയിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ 35 ആവും. കറക്റ്റ് 33 നമ്മൾ ചെല്ലലില്ല. എല്ലാവരും എല്ലാം പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ അൽമറു യഖീസുലാ നഫ്സിയുള്ള. അപ്പോൾ ഇതാണെങ്കിലോ ഇത് ഒരു വെറ്റ് കൂടേണ്ടി ഞാൻ നോക്കും. മൂപ്പര് പ്രത്യേകം പറഞ്ഞേക്കണം, അതിന് കൂടാനും പാടില്ല കുറയാനും പാടില്ല. അപ്പോൾ കറക്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഭക്ഷണം ഏത് മറ്റേ പൊറാട്ട മറ്റേ ചപ്പാത്തി പറഞ്ഞറിയാ ഭക്ഷണത്തിൻ്റെ മുമ്പാണോ ശേഷമാണോ? അപ്പം കറക്റ്റ് 7 മണിക്ക് ഒരു ഗുളിക ഉണ്ടേനും. യാ റബ്ബ് കറക്റ്റ് 7 മണി അങ്ങനെ നോക്കിക്കേനും. നിസ്കാരം കറക്റ്റ് നമ്മോട് പറഞ്ഞു. പക്ഷെ ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. കാരണം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്, ഇത് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ ആ കറക്റ്റ് കൊണ്ടുവരുന്നാൽ ഡോക്ടർ പറഞ്ഞാൽ, കാരണം അയാൾ വിവരമുള്ള ആളാണ്, അയാൾ അമേരിക്ക പോയി പഠിച്ച ആളാണ്. പിന്നെ ഇത് വെറുതെ പറഞ്ഞാൽ അയിമെഴുതിക്കണം. പിന്നെ അപ്പോൾ എന്തോ ഒരു കോഡുണ്ട്, ആ കോഡ് അടിച്ചു നോക്കി. അപ്പോൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ അത് അമേരിക്കയിലുള്ള ഒരു സ്ഥാപനമാണ്, അവിടെ പോയി പഠിച്ചാണ് അയാൾ. അപ്പോൾ അയാൾക്ക് നല്ല വിവരമുള്ള ആളാണ്. അപ്പോൾ അയാൾ പറഞ്ഞ് നമ്മൾ എടുക്കണം. എന്തുകൊണ്ട്? നമുക്ക് ഈ ബോഡി ഒന്ന് റെഡി ആവണം, ഈ അസുഖമൊന്നും ഇല്ലാതിരിക്കണം, മാറണം. പക്ഷേ ഈ ബോഡി നിർമ്മിച്ച അള്ള തന്നെ പറഞ്ഞാണ് നമ്മളിപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഒരാൾ ഇറക്കുമ്പോൾ, ഒരു വണ്ടി ഒരാൾ ഇറക്കുമ്പോൾ അയാൾ പറഞ്ഞ് ഇന്ന മാസമായ എന്ത് ചെയ്യണം, നിങ്ങൾ പിന്നെ വർക്ക് ഷോപ്പ് കയറ്റണം,
അതിലപ്പുറം കടന്നാൽ എന്ത് ചെയ്യും? അതിനപ്പുറം വിട്ടാൽ പിന്നെ വണ്ടിക്ക് കേടാ, വണ്ടി വല്ലാതെ മുന്നോട്ട് പോകില്ല. എന്തിനാ ഇത് പ്രൊഡക്റ്റ് പിന്നെ നേരെ ചൊവ്വ എല്ലാം ഇറക്കിയ അള്ള പറഞ്ഞു ഇന്നൊക്കെ റൂട്ടിലൂടെ പോണട്ടാ. എന്നാൽ വാദീനാഹു നജിദൈ 2 റൂട്ട് കാണിച്ചു തന്നു, അത് ഇത്. പക്ഷേ അവിടെ നമുക്ക് ഒരു ബോധ്യപ്പെടണില്ല. അത് ഒസാലിമാം പറഞ്ഞ മാതിരി ഒസാലിമാം ഈഹിലൊക്കെ പറയുന്നുണ്ട്, ഇത് മരിച്ച 2 ആൾക്കാരുണ്ട് വന്നാൽ, ഒരു നല്ലൽക്ക് മരിച്ചാലും ഒരു മോശപ്പെട്ട ഒരാളും വന്നിട്ട് കടപ്പുറത്തൊരു സമ്മേളനം, കടപ്പുറത്തൊന്നും ഒരു ഒസാലിയില്ല, ഒസാലിമ പറഞ്ഞില്ല, പിന്നെ അങ്ങനെ ഒരു സമ്മേളനം നടത്തിയാൽ അപ്പം എന്നിട്ട് അയാളെ അനുഭവം പറയാം, മറ്റാളും പറയാം, എന്നാൽ ഒക്കെ റെഡിയാവും എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ വരുന്നില്ല, പിന്നെ ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പോടെ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ നിന്നൊക്കെയുള്ള പാടാണ് സംഗതി. ഇപ്പം നമ്മൾ എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ ചെന്നാൽ നമുക്കിങ്ങനെ ശരിക്കും ഇങ്ങനെ മത്സരം ഓർമ്മ വരും. ഒന്നവിടെ ഇങ്ങനെ എണീക്കണം. മാത്രമല്ല ഫരീഖും വിജൻ്റെ എത്തിയ ഫരീഖും ബിസൈർ എന്ന് പറഞ്ഞാൽ ഒരു ടീം ഇങ്ങനെ ചിരിച്ചന ടീമുണ്ടാവും, കാരണം ഗൾഫിൽ നിന്ന് വരുന്ന വിലക്കറം ആ ഭാഗത്ത്, ഈ ഭാഗത്ത് ഇങ്ങനെ കരുണ ടീമുണ്ടാവും. ഫരീഖും വിജൻ്റെ എത്തിയ ഫരീഖും ബിസൈർ എന്ന് പറഞ്ഞാൽ പിന്നെ VIP ആളുണ്ടാവും, ഒരു ലൈനും നിൽക്കാതെ പോകുന്നവരുണ്ടാവും. ഒരു ലൈനും നിൽക്കണ്ട, ഓലിങ്ങനെ അങ്ങനെ പോണ്. പിന്നെ തൂക്കുമ്പോൾ പേടിയാണ്, പഠിച്ചോനെ ഇത് 20 കിലോയിലേറെ ഉണ്ടാവുമോ, വല്ലതും ഉണ്ടാവുമോ, ഇനി എന്തെങ്കിലും പെടുമോ, ഭയങ്കര പേടിയാണ്. ആ തുലാസാണ് കഴിഞ്ഞാലാണ് അതുകൊണ്ട് നമുക്കുണ്ട് ഒരു റാഹത്താവുക, അല്ലെങ്കിൽ ആകെ പൊളിച്ചിടല്ലേ അതേ പൊളിച്ചിടുള്ളൂ. മറ്റേത് ഇത് അവിടുത്തെ അതിലപ്പുറമാണ്, ഒന്നുണ്ടെങ്കിൽ പോയി. അപ്പം അങ്ങനെ ഏത് നോക്കിയാലും ഏത് നമുക്ക് അള്ളാഹു താല ആ രൂപത്തിൽ നമുക്ക് ഇങ്ങനെ ഫുള്ള് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുകയും ചെയ്യുക. അതിനൊരു തടസ്സമില്ലല്ലോ. ചിരിങ്കളിയും വേണം, ഒക്കെ വേണം, എല്ലാം വേണം. പിന്നെ വലിയ സാഹ് പറഞ്ഞ മാതിരി അത്തിസാനെ പറ്റി പറഞ്ഞാൽ നമ്മളെ സമയമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞുതരാം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണെങ്കിൽ എന്തായാലും നമ്മൾ ഉറക്കുമല്ലോ, നമുക്ക് ഉറക്കം വരില്ല. അങ്ങനെ ഉണ്ടായാൽ അല്ലാത്തൊരു സംഗതിയാണെങ്കിൽ നമ്മളിങ്ങനെ അത് പോട്ടെ ആവട്ടെ എന്നുള്ള ഒരു റൂട്ടിലായിരിക്കും. അപ്പോൾ നമുക്കൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നമുക്കൊരു റൂട്ടുണ്ടെങ്കിൽ, ഇന്നീ ചെയ്യണം എന്നൊരു റൂട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ജീവിതം നമുക്ക് മുതലാക്കാൻ കഴിയും. അള്ളാഹു താല ഒക്കെ റാഹത്താക്കി തരട്ടെ. അള്ളാഹു താല അത് കബൂലാക്കട്ടെ. അത്തിസാദിൻ്റെ ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.